ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സൈക്കസിൻ്റെ ലീഫ്ലെറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ ആദ്യം റൂട്ടിനെ പറ്റി നോക്കി, റൂട്ടിൻ്റെ നോർമൽ റൂട്ട് നോക്കി, കോർലോയിഡ് റൂട്ട് നോക്കി, പിന്നെ സ്റ്റെമ്മിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും പറഞ്ഞു, റാച്ചസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമ്മൾ ലീഫ്ലെറ്റിൻ്റെ കാര്യമാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ സൈക്കസിൻ്റെ ലീഫ് എടുക്കുകയെന്നുണ്ടെങ്കിൽ റാച്ചസിൽ ഒരുപാട് ലീഫ്ലെറ്റുകൾ അറേഞ്ച് ചെയ്തിട്ടാണ് സൈക്കസിൽ കാണുന്നത് അല്ലേ. ലീഫ്ലെറ്റ്സ് അല്ലെങ്കിൽ പിന്നെയെന്ന് പറയുന്നത് എന്താണ്, ഡോർസി വെൻട്രൽ ആണ്. അതുപോലെ തന്നെ എന്താണ്, സീറോഫൈറ്റിക് അഡാപ്റ്റേഷൻസ് കാണിക്കുന്ന ഒരു ടൈപ്പ് ലീഫ്ലെറ്റ്സ് ആണ് സൈക്കസിലുള്ളത്. ഓരോ ലീഫ്ലെറ്റിനും അൺബ്രാഞ്ചഡ് ആയിട്ടുള്ള മിഡ് റിബ് അല്ലെങ്കിൽ മെയിൻ വെയിൻ ആണുള്ളത്. അൺബ്രാഞ്ചഡ് ആയിരിക്കും പൊതുവെ. ഇപ്പം നമ്മൾ സാധാരണ നമ്മുടെ ആൻജിയോസ്പേമിൻ്റെ ലീവ്സ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, മിഡ് റിബ് ബ്രാഞ്ച് ചെയ്തിട്ട് റെറ്റിക്കുലേറ്റ് വീനേഷൻ അല്ലെങ്കിൽ പാരലൽ വീനേഷൻ ഒക്കെ കാണിക്കുന്നുണ്ടാവും. എന്നാൽ ഈ ഒരു സൈക്കസിൻ്റെ കേസിൽ എന്താണ്, മിഡ് റിബ് എന്ന് പറഞ്ഞാൽ എന്താണ്, അൺബ്രാഞ്ചഡ് ആയിട്ടുള്ള ഒരു സിംഗിൾ മിഡ് റിബ് അതിൻ്റെ സെൻട്രൽ പാർട്ടിലൂടെ കടന്നു പോവുകയാണ് ചെയ്യുന്നത്. ഇതിനെന്താണ്, ലാറ്ററൽ വെയിൻസും കാര്യങ്ങളൊന്നുമില്ല. ലീഫ്ലെറ്റിൽ തന്നെ മിഡ് റിബിൻ്റെ ആ ഭാഗത്ത് എന്താണ്, ഒരു ബൾജിങ് അല്ലെങ്കിൽ ഒരു സൊള്ളനായിട്ടുള്ള ഒരു പോർഷൻ ആയിരിക്കും ലീഫ്ലെറ്റിൽ. ആ ഒരു മിഡ് റിബിൻ്റെ ഏരിയ മാത്രം അങ്ങനെ സൊള്ളൻ ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ഇതിൻ്റെ മാർജിൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ചിലതിൽ വിങ്സ് പോലുള്ളൊരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ആ വിങ്സിൻ്റെ മാർജിൻസ് ചിലതിൽ റെവല്യൂട്ട് അല്ലെങ്കിൽ കേർവ്ഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ചിലതിൽ എന്തായിരിക്കും, ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കാം. അതായത് നമ്മൾ സൈക്കസ് റെവല്യൂട്ട, സൈക്കസ് ബെഡോമെയ് അതിലൊക്കെ എന്താണ്, കർവ്ഡ് ആയിട്ടുള്ള മാർജിൻസ് ആയിരിക്കും ഉണ്ടാക്കുക. അതായത് ഈ ഒരു പിക്ചർ നോക്കി, ഈ ഒരു ഭാഗം കണ്ടോ, അങ്ങനെ കർവ്ഡ് ആയിട്ട് നിൽക്കുന്നത്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയാം, മാർജിൻസ്. വിങ്ങിൻ്റെ മാർജിൻസ് എന്താണ്, റവല്യൂട്ട് ആയിട്ടാണ് അല്ലെങ്കിൽ കർവ്ഡ് ആയിട്ടാണ് ചില സ്പീഷീസിൽ, അതായത് സൈക്കസ് റെവലൂട്ടയിലും സൈക്കസ് ബെഡോമിയയിലും. ചിലതിൽ എങ്ങനെയാണ്, സ്ട്രെയിറ്റ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. സൈക്കസ് സെസിനേൽസിൽ, പെക്ടിനേറ്റയിൽ, റുംഫിയിലൊക്കെ എന്താണ്, ഫ്ലാറ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ട്രക്ചർ നോക്കിയാൽ തന്നെ അറിയാം എന്തൊക്കെയാണ്. നമ്മൾ ഓരോ ഭാഗങ്ങളും നോക്കാം. ഓക്കെ, ഓരോ ഭാഗം നോക്കിയിട്ട് നമുക്ക് ആ ഒരു പിക്ചറിലേക്ക് പോവാം. ലീഫ്ലെറ്റിന് മെയിനായിട്ട് 3 ഭാഗങ്ങളാണുള്ളത്. എപ്പിഡെർമിസ്, ഹൈപ്പോഡെർമിസ്, മീസോഫിൽ. അങ്ങനെ 3 ഭാഗങ്ങളാണ്, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള 3 ക്ലിയർ ആയിട്ട് 3 ഭാഗങ്ങളാണുള്ളത്. എപ്പിഡെർമിസ്, ഹൈപ്പോഡെർമിസ്, മീസോഫിൽ. ഏറ്റവും പുറത്ത് കാണുന്നതാണ് എന്ത്, എപ്പിഡെർമിസ്. അതെല്ലാത്തിലും പറയുന്ന പോലെ ഏറ്റവും പുറത്തുള്ള ആ ലെയർ എപ്പിഡെർമിസ്. അതിന് അപ്പർ എപ്പിഡെർമിസ് ഉണ്ടാവും, അപ്പർ എപ്പിഡെർമിസ് ഉണ്ടായിരിക്കും, ലോവർ എപ്പിഡെർമിസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇത് ലോവർ എപ്പിഡെർമിസ് ആണ് വരുന്നത്, ഇത് അപ്പർ എപ്പിഡെർമിസ്. ഓക്കെ, എപ്പിഡെർമിസ് എന്ന് പറയുന്നത് ഏറ്റവും പുറത്തുള്ള ആ ഒരു ലെയറാണ് എന്ത്, എപ്പിഡെർമിസ് എന്ന് പറയുന്നത്. ഓക്കെ, അതെന്ന് പറഞ്ഞത് എന്തായിരിക്കും, തിക്ക് വാൾഡ് ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ്, യൂണിസീറിയേറ്റ്, അതായത് ഒരു സിംഗിൾ ലെയർഡ് ആയിരിക്കും. ഇത് കവർ ചെയ്തുകൊണ്ട് ഒരു തിക്ക് ക്യൂട്ടിക്കിൾ ഉണ്ടായിരിക്കും. ഇതിന് ചുറ്റുമായിട്ട് എന്താണ്, ഒരു തിക്കായിട്ടുള്ള ക്യൂട്ടിക്കിൾ ഉണ്ടായിരിക്കും എപ്പിഡെർമിസിന് ചുറ്റും. അതെന്തിനു വേണ്ടിയിട്ടാണ്, ആക്ച്വലി ട്രാൻസ്പിരേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു പരിധി വരെ ട്രാൻസ്പിരേഷൻ തടയാൻ വേണ്ടിയിട്ട്, വാട്ടർ ലോസ് തടയാൻ വേണ്ടിയിട്ടാണ് എന്ത്, ഈ ഒരു തിക്ക് വാൾഡ് ക്യൂട്ടിക്കിൾ വരുന്നത്. ഓക്കെ, തിക്കായിട്ടുള്ള ക്യൂട്ടിക്കിൾ ഉണ്ടായിരിക്കും ആ യൂണിസീറിയേറ്റ് ആയിട്ടുള്ള സെൽസിന് ചുറ്റും. അപ്പർ എപ്പിഡെർമിസ് എന്ന് പറയുന്നത് എന്താണ്, കണ്ടിന്യൂസ് ആയിട്ടാണ് ഉള്ളത്. എന്നാൽ ലോവർ എപ്പിഡെർമിസിൽ ഇൻട്രപ്റ്റ് ചെയ്തുകൊണ്ട് പിറ്റുകൾ ഉണ്ടാവും, ചെറിയ ചെറിയ പിറ്റുകൾ ഉണ്ടായിരിക്കും ലോവർ എപ്പിഡെർമിസിൽ. അത് എന്തിനു വേണ്ടിയിട്ടാണ്, മൈന്യൂട്ട് ആയിട്ടുള്ള പിറ്റുകൾ ഉണ്ടായിരിക്കും. അതിൻ്റെ ഉള്ളിലായിരിക്കും ആരുണ്ടാവുക, നമ്മുടെ സ്റ്റൊമാറ്റ ഉണ്ടാവുക. സ്റ്റൊമാറ്റ എന്ന് പറയുന്നത് സങ്കണാണ്, അതുപോലെ തന്നെ ഹാപ്ലോചീലിക് സ്റ്റൊമാറ്റോ ആണ്. ഹാപ്ലോചീലിക് സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതിൻ്റെ ഗാർഡ് സെൽസ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ മദർ സെല്ലിൽ നിന്ന് ഉണ്ടായതായിരിക്കും. സബ്സിഡറി സെല്ല് എന്ന് പറയുന്നത് മറ്റ് എപ്പിഡെർമൽ സെല്ലിൽ നിന്ന് ഉണ്ടായതായിരിക്കും എന്ത്, സബ്സിഡറി സെല്ല് എന്ന് പറയുന്നത്. അപ്പോൾ ഗാർഡ് സെല്ല് വേറൊരു മദർ സെല്ലെന്നും അതുപോലെ തന്നെ സബ്സിഡറി സെല്ല് മറ്റൊരു എപ്പിഡെർമൽ സെല്ലുകളിൽ നിന്ന് ഫോം ചെയ്തതായിരിക്കും. അങ്ങനത്തെ സ്റ്റൊമാറ്റോനെ പറയുന്ന പേരാണെന്ത്, ഹാപ്ലോചീലിക് സ്റ്റൊമാറ്റോ. അപ്പോൾ സങ്കണായിട്ടുള്ള ഹാപ്ലോചീലിക് സ്റ്റൊമാറ്റോയാണ് ആർക്കുള്ളത്, നമ്മുടെ
സൈക്കസിനുള്ളത്. അപ്പോൾ ഇതും എന്താണ് ആക്ച്വലി ട്രാൻസ്പിരേഷൻ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു സീറോഫൈറ്റിക് അഡാപ്റ്റേഷൻ ആണ് എന്ത് ഈ സങ്കണായിട്ടുള്ള പിറ്റിൻ്റെ ഉള്ളിലുള്ള ലോവർ എപ്പിഡെർമിസിൽ തന്നെ ഒരു പിറ്റിൻ്റെ ഉള്ളിൽ സങ്കൺ ആപ്ലോചീലിക് സ്റ്റൊമാറ്റയാണ് ഇവർക്ക് കാണുന്നത്. ഈ സ്റ്റോമ എന്ന് പറയുന്നത് ഒരു എയർ സ്പേസിലേക്കാണ് ലീഡ് ചെയ്യുന്നത്. അതിന് ചുറ്റുമായിട്ട് എന്തുണ്ടായിരിക്കും, ഒരു പെയർ ഗാർഡ് സെല്ലും അതിന് പുറമെ എന്തുണ്ടായിരിക്കും, ഒരു പെയർ സബ്സിഡറി സെൽസ് ഉണ്ടായിരിക്കും. ഗാർഡ് സെൽസ് ആണ് സ്റ്റൊമാറ്റോൻ്റെ മൂവ്മെൻറ്റ്സ് റെഗുലേറ്റ് ചെയ്യുന്നത്. അത് കോമൺ ആയിട്ടുള്ള പോയിന്റ് ആണ്. അത് ഏത് കാറ്റഗറിയിൽ നോക്കുകയാണെങ്കിൽ ഗാർഡ് സെൽസ് തന്നെയാണ് എന്ത് ആ സ്റ്റൊമാറ്റോൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ആരാണ്, റെഗുലേറ്റ് ചെയ്യുന്ന ആരാണ്, നമ്മുടെ ഗാർഡ് സെൽസ് ആണ്. ഓക്കെ, ഇനി എപ്പിഡെർമിസിന് തൊട്ട് താഴെ എന്തുണ്ടായിരിക്കും, ഹൈപ്പോഡെർമിസ് ഉണ്ടായിരിക്കും. നമ്മൾ പറഞ്ഞു എപ്പിഡെർമിസ് ഉണ്ട്, ഹൈപ്പോഡെർമിസ് ഉണ്ട്, മീസോഫിൽ ഉണ്ട്, അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എപ്പിഡെർമിസിന് ശേഷം എന്താണ്, സ്ക്ലെറൻകൈമാറ്റസ് ആയിട്ടുള്ള ഹൈപ്പോഡെർമിസ് ഉണ്ടായിരിക്കും. അത് മൾട്ടി ലെയേർഡ് ആയിരിക്കും. എവിടെ, മിഡ്രിബിൻ്റെ ഭാഗത്ത് മൾട്ടി ലെയേർഡ് ആയിരിക്കും. സിംഗിൾ ലെയേർഡ് ആയിരിക്കും മറ്റുള്ള ഭാഗങ്ങൾ എന്തായിരിക്കും, സിംഗിൾ ലെയേർഡ് ആയിരിക്കും. എന്നാൽ മിഡ്രിബിൻ്റെ ആ ഭാഗത്തേക്ക് എത്തുമ്പോൾ മൾട്ടി ലെയേർഡ് ആയിട്ടാണ് ആ ഒരു സ്ക്ലെറൻകൈമാറ്റസ് ഹൈപ്പോഡെർമിസ് കാണുന്നത്. ഇതെന്ന് പറയുന്നത് എന്താണ്, കണ്ടിന്യൂസ് ലെയർ ആണ്. ഡോർസൽ സർഫേസിൽ കണ്ടിന്യൂസ് ലെയർ ആണ്. എന്നാൽ വെൻട്രൽ സർഫസിൽ മിഡ്രിബിൻ്റെ ആ ഭാഗത്ത് എന്താണ്, കൺഫൈൻഡ് ആയിട്ടാണ് ഉണ്ടാവാറ്. മിഡ്രിബിൻ്റെ ഭാഗത്ത് അത്ര കണ്ടിന്യൂസ് അല്ല. ഓക്കെ, ഈ ഒരു സ്ക്ലെറൻകൈമാറ്റസ് ഹൈപ്പോഡെർമിസ് എന്ന് പറയുന്നത് ഡോർസൽ സൈഡിൽ കണ്ടിന്യൂസ് ആണ്, എന്നാൽ വെൻട്രൽ സൈഡിൽ കണ്ടിന്യൂസ് അല്ല. സൈക്കസ് റെവലൂട്ടയിൽ ലോവർ ഹൈപ്പോഡെർമിസ് എന്ന് പറയുന്നത് എന്താണ്, വിങ്സിലും പ്രസൻ്റ് ആണ്. ഓക്കെ, ഹൈപ്പോഡെർമിസ് എന്ന് പറയുന്നതിന് ശേഷം പിന്നെന്താണുള്ളത്, ഹൈപ്പോഡെർമിസ് കഴിഞ്ഞാൽ അടുത്ത ലെയർ എന്താണ്, മീസോഫിലാണ്. മീസോഫിൽ എന്ന് പറയുന്നത് രണ്ടായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയായിട്ട്, പാലിസൈഡ് പാരങ്കൈമിയും സ്പോഞ്ചി പാരങ്കൈമി. പാലിസൈഡ് ആൻഡ് സ്പോഞ്ചി പാരങ്കൈമി ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട് ആര്, മീസോഫിൽ സെൽസ് എന്ന് പറയുന്നത്. മീസോഫിൽ ടിഷ്യൂസ് എന്ന് പറയുന്നത് എന്താണ്, ഹൈപ്പോഡെർമിസിന് തൊട്ട് താഴെയുള്ള മീസോഫിൽ പാലിസൈഡ് ആൻഡ് സ്പോഞ്ചി പാരങ്കൈമി ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ട് തരത്തിലുള്ള സെല്ലുകൾ കാണുന്നുണ്ട്. ഓക്കെ, ഈ പാലിസൈഡ് സെല്ല് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, പാലിസൈഡ് സോൺ എന്ന് പറയുന്നതിൽ സിംഗിൾ ലെയറാണ്. നമുക്ക് നോക്കിയാൽ അറിയാം, ഇത് ആ സ്ക്ലെറൻകൈമയാണ്, ഹൈപ്പോഡെർമിസിൻ്റെ സ്ക്ലെറൻകൈമയാണ്. അതിനുശേഷം നമ്മൾ കാണുന്ന എന്താണ്, കോളംനാർ ആയിട്ടുള്ള സെല്ലുകൾ, ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള സിംഗിൾ ലെയർ വെർട്ടിക്കലി ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള സെല്ലുകൾ കൊണ്ടാണ് എന്ത് പാലിസൈഡ് റീജിയൻ ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ. നോക്കി, നമ്മൾ പിക്ചറിൽ നോക്കിയാൽ നമുക്ക് കറക്റ്റ് കാണാനായിട്ട് പറ്റും. അപ്പം നമ്മൾ ഓക്കെ, നമ്മൾ എപ്പിഡെർമിസ് കണ്ടു. എപ്പിഡെർമിസ് എന്ന് പറയുന്നത് എന്താണ്, തിക്ക് വാൾഡ് ക്യൂട്ടിക്കിൾ ഉണ്ടായിരിക്കും. പാരങ്കൈമാറ്റസ് സെൽ കൊണ്ടാണ് എന്ത് എപ്പിഡെർമിസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ടുള്ള ഹൈപ്പോഡെർമിസ് എന്താണ്, സ്ക്ലെറൻകൈമാറ്റസ് ആണ് അല്ലേ. സ്ക്ലെറൻകൈമാറ്റസ് ആയിട്ടുള്ള ഹൈപ്പോഡെർമിസ് ആണ്. സ്ക്ലെറൻകൈമാറ്റസ് ആയിട്ടുള്ള ഹൈപ്പോഡെർമിസ് കൊണ്ടാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്, ആ ഒരു പോർഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഹൈപ്പോഡെർമിസ് എന്ന് പറയുന്നത് സ്ക്ലെറൻകൈമാറ്റസ് ആണ്. അതിന് താഴെയായിട്ട് എന്താണ്, ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള കോളംനാർ, വെർട്ടിക്കലി ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള കോമ്പാക്റ്റ്ലി അറേഞ്ച്ഡ് ആയിട്ടുള്ള കോളംനാർ സെൽസ് കൊണ്ടാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്, പാലിസൈഡ് സോൺ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ എന്താണ്, നിറയെ ക്ലോറോപ്ലാസ്റ്റുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്പോഞ്ചി സെൽസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, സെവറൽ ലെയേഴ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അത് ലൂസ്ലി അറേഞ്ച്ഡ് ആയിരിക്കും, എന്ത് സ്പോഞ്ചി ടിഷ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് എന്ത് സ്പോഞ്ചി, ഈ ഒരു താഴെ പോർഷനിൽ കാണുന്നതാണ് എന്ത് സ്പോഞ്ചി ടിഷ്യൂ. ഓക്കെ, സ്പോഞ്ചി ടിഷ്യൂ എന്താണ്, സെവറൽ ലെയേഴ്സ് ഉണ്ടായിരിക്കും, ലൂസ്ലി അറേഞ്ച്ഡ് ആയിരിക്കും. ഈ സ്പോഞ്ചി ലെയർ എന്ന് പറയുന്നത് ലൂസ്ലി അറേഞ്ച്ഡ് ആയിരിക്കും. ഓക്കെ, പിന്നെ എന്താണ് പറയുന്നത്,
വിങ്സിൻ്റെ ഭാഗത്തേക്ക് കുറച്ചുകൂടെ ലൂസ്ലി അറേഞ്ച്ഡ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, സ്പോഞ്ചി പാരങ്കൈമ എന്ന് പറയുന്നത് വിങ്സ് വരെ എന്തായിരിക്കും ലൂസ്ലി അറേഞ്ച്ഡ് ആയിരിക്കും. പിന്നെ പാലിസൈഡിലും സ്പോഞ്ചിയിലും എന്താണ് ഒരുപാട് ക്ലോറോപ്ലാസ്റ്റുകൾ ഉണ്ടായിരിക്കും. പാലിസൈഡ് പോർഷൻ എന്ന് പറയുന്നത് എന്താണ് ഫോട്ടോസിന്തറ്റിക് അല്ലെങ്കിൽ അസിമുലേറ്ററി സോൺ ആയിരിക്കും. സ്പോഞ്ചി പോർഷൻ എന്ന് പറയുന്നത് അസിമുലേറ്ററി അല്ലെങ്കിൽ അസിമുലേറ്ററി ആണ്. അതുപോലെ തന്നെ എന്താണ് എയറേറ്റിംഗ് സോൺ ആണ് എന്ത് സ്പോഞ്ചി പോർഷൻ എന്ന് പറയുന്നത്. ഇനി മിഡ്രിബിൻ്റെ അവിടെയാണ് എന്ത് വാസ്കുലാർ സിലിണ്ടർ ഉണ്ടാവുക. ആ മിഡ്രിബ് റീജിയനിലെ വാസ്കുലാർ സൈലത്തിൻ്റെ രണ്ട് വശങ്ങളിലുമായിട്ട് ട്രക്കീഡ് പോലുള്ള സെല്ലുകൾ കാണാനായിട്ട് പറ്റും. ആ സെല്ലുകൾ എന്ന് പറയുന്നത് സ്മോൾ ആയിരിക്കും, ബ്രോഡ് ആയിരിക്കും. അതുപോലെ തന്നെ റെറ്റിക്കുലേറ്റ് തിക്കനിങ് അല്ലെങ്കിൽ ബോർഡേഡ് പിറ്റ് ആയിരിക്കും അതിൻ്റെ വാൾസിൽ കാണിക്കുന്നുണ്ടാവുക. അതാണ് ആക്ച്വലി എന്ത് അതിൻ്റെ ട്രാൻസ്ഫ്യൂഷൻ ടിഷ്യൂ എന്ന് പറയുന്നത്. ആ ഒരു സെൽസ് ആണ് എന്ത് ട്രാൻസ്ഫ്യൂഷൻ ടിഷ്യൂ. അതായത് നമ്മുടെ വാസ്കുലാർ സിലിണ്ടറിൻ്റെ രണ്ട് സൈഡിലും ആയിട്ട് ട്രക്കീഡ് ലൈക്ക് സെല്ലുകൾ ഉണ്ടായിരിക്കും. അത് സ്മോൾ ആയിരിക്കും, ബ്രോഡ് ആയിരിക്കും. റെറ്റിക്കുലേറ്റ് തിക്കനിങ് അല്ലെങ്കിൽ ബോർഡേഡ് പിറ്റ്സ് ആയിരിക്കും അതിൻ്റെ വാൾസിൽ ഉണ്ടായിരിക്കുക. അതാണ് എന്ത് ട്രാൻസ്ഫ്യൂഷൻ ടിഷ്യൂ. ഇതെന്താണ് സെൽ ടു സെൽ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് എന്ത് ട്രാൻസ്ഫ്യൂഷൻ ടിഷ്യൂ. അതായത് സൈലത്തിൽ നിന്ന് വാട്ടർ മറ്റ് ഭാഗത്തേക്ക് എത്തിക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് എന്ത് ട്രാൻസ്ഫ്യൂഷൻ ടിഷ്യൂ എന്ന് പറയുന്നത്. ഇനി വിങ് റീജിയനിൽ അതെന്തായിരിക്കും വിങ് റീജിയനിൽ ലോങ് ആൻഡ് കളർലെസ് ആയിട്ടുള്ള ട്രാൻസ്വേഴ്സലി ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള പാരങ്കൈമ സെൽസ് കാണാറുണ്ട്. അത് എന്താണ് സ്പോഞ്ചിൻ്റെയും അതുപോലെ തന്നെ പാലിസൈഡിൻ്റെയും ഇടയിലായിട്ടാണ് അങ്ങനത്തെ കളർലെസ് ആയിട്ടുള്ള ട്രാൻസ്വേഴ്സലി ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള പാരങ്കൈമ സെൽസ് കാണാറ്. അതെന്ന് പറയുന്നത് ആക്ച്വലി സെക്കൻഡറി അല്ലെങ്കിൽ ആക്സസറി ട്രാൻസ്ഫ്യൂഷൻ ടിഷ്യൂ ആണ്. അപ്പോൾ രണ്ട് ടൈപ്പ് ട്രാൻസ്ഫ്യൂഷൻ ടിഷ്യൂ പറഞ്ഞു നമ്മൾ. സൈലത്തിൻ്റെ രണ്ട് സൈഡിലും കാണുന്ന ട്രക്കീഡ് ലൈക്ക് സെൽസ് അത് സ്മോൾ ആയിരിക്കും, ബ്രോഡ് ആയിരിക്കും, റെറ്റിക്കുലേറ്റ് തിക്കനിങ് ആയിരിക്കും ഉണ്ടാവുക. ബോർഡേഡ് ആയിട്ടുള്ള പിറ്റ്സ് ഉണ്ടായിരിക്കും. ബോർഡേഡ് അല്ലെങ്കിൽ റെറ്റിക്കുലേറ്റ് തിക്കനിങ് ഉള്ള പിറ്റ്സ് ആയിരിക്കും വാൾസ് എന്ന് പറയുന്നത്. അതാണ് എന്ത് അതിൻ്റെ ട്രാൻസ്ഫ്യൂഷൻ ടിഷ്യൂ എന്ന് പറയുന്നത്. ഇനി പിന്നെ പാലിസൈഡിൻ്റെയും സ്പോഞ്ചിൻ്റെയും ഇടയിലായിട്ട് ട്രാൻസ്വേഴ്സലി ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള കളർലെസ് ആയിട്ടുള്ള പാരങ്കൈമ സെൽസ് ഉണ്ട്. അത് ആക്ച്വലി എന്താണ് അതിൻ്റെ സെക്കൻഡറി അല്ലെങ്കിൽ ആക്സസറി ആയിട്ടുള്ള ട്രാൻസ്ഫ്യൂഷൻ ടിഷ്യൂ ആണ്. ഇനി വാസ്കുലാർ ബണ്ടിൽ എന്ന് പറയുന്നത് മിഡ്രിബ് റീജിയനിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതെന്ന് പറയുന്നത് സറൗണ്ട് ചെയ്തിട്ട് എന്താണ് പാരങ്കൈമാറ്റസ് ആയിട്ടുള്ള ബണ്ടിൽ ഷീത്ത് കൊണ്ടായിരിക്കും എന്ത് സറൗണ്ട് ചെയ്തിട്ടുണ്ടാവുക. പാരങ്കൈമാറ്റസ് ആയിട്ടുള്ള ബണ്ടിൽ ഷീത്ത് കൊണ്ടായിരിക്കും ഈ വാസ്കുലാർ ബണ്ടിൽ സറൗണ്ട് ചെയ്തിട്ടുണ്ടാവുക. വാസ്കുലാർ ബണ്ടിൽ എന്ന് പറയുന്നത് കൺജോയിൻ്റ് ആയിരിക്കും, കൊളാട്രൽ ആയിരിക്കും, ഓപ്പൺ ആയിരിക്കും, ഡിപ്ലോസൈലിക് ആയിരിക്കും. അതായത് കൺജോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരേ റേഡിയസിലായിരിക്കും ഉണ്ടാവുക. സൈലം ഫ്ലോയും ഒരേ റേഡിയസിൽ വരുന്നതാണ്. പിന്നെ ഓപ്പൺ എന്ന് പറയുമ്പോൾ എന്താണ് കാമ്പിയം പ്രസൻ്റ് ആണ്. ഡിപ്ലോസൈലിക് എന്ന് പറഞ്ഞാൽ രണ്ട് ഗ്രൂപ്പ് ഓഫ് സൈലം പ്രസൻ്റ് ആണ്. അതായത് സെൻട്രിപെറ്റൽ സൈലും അതുപോലെ തന്നെ സെൻട്രിഫ്യൂഗൽ സൈലും കാണും. ലാർജ് ആയിട്ടുള്ള ട്രയാങ്കുലർ ആയിട്ടുള്ള സെൻട്രിപെറ്റൽ സൈലം ഉണ്ട്. അതുകൂടാതെ രണ്ട് ഗ്രൂപ്പ് സെൻട്രിഫ്യൂഗൽ സൈലം ഉണ്ട്. സെൻട്രിപെറ്റൽ സൈലത്തിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് എന്ത് ഈ സെൻട്രിഫ്യൂഗൽ സൈലം ഉണ്ടാവുക. അതുപോലെ തന്നെ ഫ്ലോ എന്ന് പറയുന്നത് സൈലത്തിൻ്റെ അഡാക്സിയൽ സൈഡിൽ അതായത് സെയിം സൈഡിലാണ് എന്ത് ഫ്ലോയ ഉണ്ടാവുക. ഫ്ലോയത്തിൽ സീവ് ട്യൂബ്സും അതുപോലെ തന്നെ പാരങ്കൈമയും ഉണ്ടാവും. ഈ ഒരു തിൻ ലെയർ ഓഫ് കാമ്പിയം പ്രസൻ്റ് ആണ് ഈ സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും ഇടയിൽ. ചില പാരങ്കൈമാറ്റസ് സെൽസിൽ ഈ സ്റ്റീലിൻ്റെ ചില പാരങ്കൈമാറ്റസ് സെൽസിൽ സ്റ്റാർ ഷേപ്പ്ഡ് ആയിട്ടുള്ള ക്രിസ്റ്റൽസ് കാണാറുണ്ട് കാൽഷ്യം ഓക്സലേറ്റിൻ്റെ. അതിന് നമ്മൾ സ്പൈറോറാപ്പിഡ്സ് എന്നാണ് പറയാറ്. ഓക്കെ, ഇത്രയാണ് അതിൻ്റെ ഒരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്കതിൻ്റെ എന്ത് നോക്കാം. സീറോഫൈറ്റിക് അഡാപ്റ്റേഷൻ നോക്കാം. സീറോഫൈറ്റിക് അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്പിരേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് തിക്ക് ക്യൂട്ടിക്കിൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ തിക്ക് വാൾഡ് പാരങ്കൈമ സെൽസ് കൊണ്ടാണ് എപ്പിഡെർമിസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ എന്താണ് പാരങ്കൈമാറ്റസ് ഹൈപ്പോഡെർമിസ് എന്ന് പറയുന്നത് സ്ക്ലെറങ്കൈമാറ്റസ് ആണ്. രണ്ട് സൈഡിലും ഉണ്ട്. അതായത് അപ്പറും ലോവറും എപ്പിഡെർമിസിലും ഇൻറ്റേർണൽ ആയിട്ട് സ്ക്ലെറങ്കൈമാറ്റസ് എപ്പിഡെർമിസ് കാണാറുണ്ട്. അതുപോലെ തന്നെ സ്റ്റൊമാറ്റ എന്ന് പറയുന്നത് സംഗണമാണ്. അതുപോലെ തന്നെ ലോവർ എപ്പിഡെർമിസിലാണ് ഈ സ്റ്റൊമാറ്റ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ മിഡ്രിബ് എന്ന് പറയുന്നത് അൺബ്രാഞ്ച്ഡ് ആണ്. പിന്നെ ട്രാൻസ്ഫ്യൂഷൻ ടിഷ്യൂവിൻ്റെ പ്രസൻസ് ഒക്കെ എന്തിനാണ്
ട്രാൻസ്ഫ്യൂഷൻ അതായത് മിഡ് റിബ് അൺബ്രാഞ്ചഡ് ആയതുകൊണ്ട് തന്നെ ട്രാൻസ്പോർട്ട് എല്ലാ സ്ഥലത്തേക്കും എത്തിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ട്രാൻസ്ഫ്യൂഷൻ ടിഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് എന്ത് സൈക്കസിൻ്റെ ലീഫ്ലെറ്റിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.